നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല. ഇങ്ങനൊരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10-25 വർഷം മുൻപുള്ളൊരു സിനിമയിലൊരു ഡയലോഗാണ്. കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്നൊരു സിനിമ നടി ഷക്കീലയാണ് അഭിനയിച്ചിരിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് മലയാളികൾ അങ്ങ് വാനോളം ഉയർത്തി ഒരു മെഗാ ഹിറ്റ് നേടിക്കൊടുത്ത ഒരു മലയാളം സിനിമയാണ്. തമിഴിലും മറ്റു ഭാഷകളിലൊക്കെ ഇതിൻ്റെ റീമേക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോടി ഹിറ്റിൽ മലയാളികൾ കൊണ്ടെത്തിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ രാപ്പകലില്ലാതെ മലയാളികൾ കാണുകയും ഈ ഷക്കീല എന്ന് പറയുന്ന നടിയെ ഊറ്റി ഊറ്റി കുടിക്കുകയും ചെയ്ത് ആ 10-25 വർഷത്തിന് ശേഷം ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെയുള്ള ചില യൂട്യൂബുകൾ കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, പിന്നെ കുറച്ച് സാമൂഹിക പ്രവർത്തകരെന്ന് പറയുന്ന സ്ത്രീകളും വളരെ അല്പം പുരുഷന്മാരും കൂടി വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഇവർ സമൂഹത്തിന് ചെയ്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വെള്ളപൂശൽ നടക്കുന്നത്. ചരിത്രത്തെ പല രീതിയിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെയായി അടിഞ്ഞുകൂടിയിട്ടുള്ള യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ചില സാമൂഹിക പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവരാണ് ഈ ഷക്കീലയെ ഇപ്പോൾ കൊണ്ടുവന്ന് വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഭയങ്കര തമാശയിൽ വെള്ളപൂശലിൻ്റെ ഭാഗമായി 25 വർഷം കാലം മുൻപ് അല്ലെങ്കിൽ ഈ ഇടയെ വരെ സ്വകാര്യ സമയത്തിരുന്ന് ചോര കുടിച്ചതിന് ശേഷം ഈ TV ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ മുൻപിൽ വന്നിരുന്ന് ഇവരെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഷക്കീലാമ്മ. എന്തൊരു അക്രമമാണെന്ന് ശ്രമിച്ചത് അല്ലേ? അതുപോലെ തന്നെ ചില നടന്മാർ, നടികൾ, ഈ പറയുന്ന കുറേ വക്ക് പൊട്ടിയ സാമൂഹിക പ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെല്ലാം ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഷക്കീലാമ്മയുടെ കൂടെ, അമ്മയുടെ കൂടെ, എന്ത് വിവരക്കേടാണോ അതൊക്കെ? അമ്മയും പെങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ ലെവലല്ലേ? ഇവരൊക്കെ കൊണ്ടുവന്ന് അത്തരം രീതിയിൽ വെള്ളപൂശിയിട്ട് നിങ്ങൾ എന്താണ് ശ്രമിക്കുന്നത്? അല്ലെങ്കിലും കേരളത്തിൽ കുറച്ച് കാലങ്ങളായി പല രീതിയിലുള്ള വെള്ളപൂശൽ, പുതിയ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന് തള്ളി നമ്മൾ അതിലേക്ക് ഇടുക എന്നുള്ളത് കൊച്ചു കേരളത്തിൽ നമ്മൾ എറണാകുളത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കുറച്ച് പെൺപിള്ളേരുടെ പ്രധാന അജണ്ടയാണ്. നമുക്കറിയാം ഇപ്പോൾ കൊണ്ടുവരുന്ന കുറേ സംസ്കാരങ്ങൾ എന്താണെന്നുള്ളത്. ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ, ഈ സ്ത്രീകളുടെ എല്ലാം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ ലൈഫൊക്കെ ആകെ പൊട്ടിപ്പണ്ടാറടങ്ങി പാതാളടങ്ങിയവരായിരിക്കും. ഇവർക്ക് കുടുംബമില്ല, കൂട്ടരുമില്ല, കൂട്ടിക്കോഴിയില്ല. ഇവരെ കുടുംബേ പോയി നശിച്ച് പണ്ടാറടങ്ങി. ഇനി സമൂഹത്തിൽ വന്നിറങ്ങി സമൂഹവും കൂടി നാലായി പിളർന്നങ്ങ് പോകണം. നിങ്ങൾക്ക് മുണ്ടുരിഞ്ഞിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ മുണ്ടുരിഞ്ഞിട്ട് നടന്നോളൂ. നിങ്ങൾ മറ്റുള്ളവരെന്തിനാണ് മുണ്ടുരിഞ്ഞിട്ട് നടക്കുന്ന ഒരു സംസ്കാരം മറ്റു രാജ്യങ്ങളിലുണ്ട്. അതിലേക്ക് നിങ്ങളും വരൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ടേ? നിങ്ങൾ വിവാഹം കഴിക്കേണ്ട സുഹൃത്തുക്കളെ. അതിനെന്തിനാണ് മറ്റുള്ളവരെ നിർബന്ധിച്ച് ലിവിങ് ടുഗദർ നിൽക്കൂ, എന്തിനു വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത്? ഇവരുടെയൊക്കെ മെയിൻ പരിപാടി അതാണ്. ഇവർക്ക് കുട്ടിയും കോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട, കുടുംബവും വേണ്ട. അത് ആ കുടുംബമായിട്ട് മര്യാദക്ക് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ. ഇതൊക്കെ എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കൈ കൊടുത്ത് ഇവർക്ക് പുതിയൊരു കേരളം അല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യ രൂപീകരിക്കാനുള്ള പരിപാടികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം സ്ത്രീകൾ എറണാകുളം ജില്ലയിലും തിരുവനന്തപുരത്തും ഒരുപാട് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവരൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഷക്കീല എന്ന് പറയുന്ന ഈ സ്ത്രീ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഇനി ഭാവിയിൽ ആരെയെല്ലാം ഇവർ കൊണ്ടുവരും. എന്നിട്ട് ഈ ഷക്കീല ഒക്കെ വന്നിരുന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവർ ചോദിക്കുന്നത് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവർ ഇത്രയും കാലം എന്താണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് ഒരു ബോധവും ഇല്ല, അല്ലെങ്കിൽ ഒരു ബോധ്യവും ഇല്ലാത്തതും. പറയാനുള്ളത് നിങ്ങളോടാണ്.
ഇന്നും രാത്രി ഇരുന്ന് ചോര കുടിച്ചു സമൂഹത്തിൽ വിഷം വിതയ്ക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ സ്വയം വെള്ളപൂശി മറ്റുള്ളവരെയും വെള്ളപൂശിയിരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ ആരാന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയാം. നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷം എന്താണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവാണ് നിങ്ങൾക്കില്ലാത്തത്. ഞങ്ങൾ നല്ല ബോധത്തിലുമാണ് ഈ നാട്ടിലും ഈ സംസ്കാരവും ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. എന്നാൽ അടുത്തൊരു വിഷയമായി പിന്നെയും കാണാമെന്ന് സുഹൃത്തുക്കളെ. എല്ലാവരും ചോദിക്കാറുണ്ട്, ഇയാൾ എന്താണ് കമൻ്റ് ഇടൂ, ലൈക്ക് ഇടൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും പറയാത്തതെന്ന്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരാളും ചെയ്തു ഒരു പ്രതീക്ഷയില്ലാത്തതൊന്നും പറയാത്തത്. കണ്ട് താല്പര്യമുള്ളവർ ചെയ്യട്ടെ, അല്ലാത്തവർ ചെയ്യേണ്ടത്. താങ്ക് യു.